ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസിലെ പ്രോബ്ലംസ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 92 വരുന്ന ലാസ്റ്റ് എക്സസൈസിലെ ഈ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ പേജ് നമ്പർ 92 ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ 9 times than that of അപ്പു. After 9 years, it will be 3 times Appu's age. What are their ages now? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പൂൻ്റെ മദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് 9 times than that of അപ്പു. അപ്പൂൻ്റെ ഏജിൻ്റെ 9 times ആണ് ഇപ്പോഴത്തെ അമ്മയുടെ ഏജ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ തന്നിരിക്കുന്നത്, ആഫ്റ്റർ 9 years 9 വർഷം കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ ഏജ് അപ്പൂൻ്റെ ഏജിൻ്റെ 3 times ആയിരിക്കും. വാട്ട് ആർ ദെയർ ഏജസ് നൗ? അവരുടെ ഇപ്പോഴത്തെ ഏജുകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഏജ് ഓഫ് അപ്പു. അപ്പോൾ നമുക്കിവിടെ ഏജ് ഓഫ് അപ്പുവിനെ ഞാൻ എ എന്നെടുക്കാം. ഓക്കെ, ഏജ് ഓഫ് മദറിനെ നമുക്ക് ക്യാപിറ്റൽ എം എന്നെടുക്കാം അല്ലേ, ഈക്വൽ ടു ക്യാപിറ്റൽ എം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് എങ്ങനെ എഴുതാം, ഇപ്പോൾ അപ്പൂൻ്റെ വയസ്സിൻ്റെ 9 times ആണ് അമ്മയുടെ വയസ്സ് അല്ലേ. അപ്പോൾ അമ്മയുടെ വയസ്സ് എം എന്ന് പറയുന്നത് 9 into എ ആണ്, അതായത് 9 times അപ്പൂൻ്റെ ഏജ് ആണ്. കാരണം നമ്മൾ അപ്പൂൻ്റെ ഏജ് എ ആയിട്ട് അമ്മയുടെ ഏജ് എം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അമ്മയുടെ ഏജ് എം എന്ന് പറയുന്നത് എത്രയാണ്, അപ്പൂൻ്റെ ഏജിൻ്റെ 9 times. അപ്പോൾ അപ്പൂൻ്റെ ഏജ് എ ഇൻറ്റു 9. ഓക്കെ, അപ്പോൾ സെറ്റ് മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഇതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ആഫ്റ്റർ 9 years 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ ഏജ് എത്രയായിരിക്കും, അപ്പൂൻ്റെ ഏജിൻ്റെ 9 times ആയിരിക്കും. അപ്പോൾ 9 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏജ് ഒരു 9 കൂടും അല്ലേ, ഇല്ലേ, അമ്മയുടെ ഏജ് 9 കൂടും. അതുപോലെ തന്നെ ഇവിടുത്തെ അപ്പൂൻ്റെ ഏജും എന്താണ് 9 കൂടും. കാരണം ആഫ്റ്റർ 9 years എന്ന് പറയുമ്പോൾ വയസ്സ് എത്രയാവും, 2 പേർക്കും 9 വയസ്സ് വീതം കൂടും അല്ലേ. അപ്പോൾ അപ്പൂൻ്റെ വയസ്സിൻ്റെ കൂടി 9 ആഡ് ചെയ്തു, അമ്മയുടെ വയസ്സിൻ്റെ കൂടി 9 ആഡ് ചെയ്തു. ഇനി അവർ പറയുന്നത് അമ്മയുടെ വയസ്സ് 9 കൂടും, ആ രണ്ടാളുടെയും 9 വീതം കൂടും. പക്ഷേ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. അതായത് അമ്മയുടെ ഈ സമയത്തുള്ള ഏജ് എന്ന് പറയുന്നത് അപ്പൂൻ്റെ ഈ സമയത്തുള്ള ഏജിൻ്റെ 3 times ആയിരിക്കും. അതായത് ഇത് ഇൻറ്റു 3 എന്ന് വരും അല്ലേ. നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണു. അതായത് ആഫ്റ്റർ 9 years എന്നാണ്. അപ്പോൾ അമ്മയ്ക്ക് 9 വയസ്സ് കൂടും, അപ്പൂനും 9 വയസ്സ് കൂടും. ആ സമയത്ത് അമ്മയുടെ അപ്പൂൻ്റെ റിലേഷൻ എങ്ങനെയാണ് ഏജുകൾ തമ്മിലുള്ളത്, അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് അപ്പൂൻ്റെ അപ്പോഴത്തെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ 3 times അപ്പൂസ് ഏജ്. അപ്പൂസ് ഏജ് ഇപ്പോൾ എത്രയായി, +9, അമ്മയ്ക്കും m+9. കാരണം ആഫ്റ്റർ 9 years എന്ന് പറയുമ്പോൾ 9 വയസ്സ് കൂടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, m is equal to 9 into a ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. സെക്കൻഡ് ഇക്വേഷൻ എന്താ, m + 9 = 3 into a + 9. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ, അതായത് എമ്മിന് പകരം 9 into a 9a എന്ന് ഇട്ട് കൊടുത്തൂടെ ഈ എമ്മിന് പകരം. അപ്പോൾ നമുക്ക് എല്ലാ ടേംസും എയിൽ കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും അപ്പൂൻ്റെ ഏജ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in ഇക്വേഷൻ 2, ഇക്വേഷൻ 1ന് ഇക്വേഷൻ 2ൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ എം എന്ന് പറയുന്നത് എന്തായിരിക്കും, 9a എന്നാവും. 9 into a എന്ന് പറഞ്ഞാൽ 9a. 9a + 9 = 3 into a + 9 എന്നാവും ഈ ഇക്വേഷൻ അല്ലേ. ഇക്വേഷൻ 2 ബിക്കംസ്, രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഇപ്പോൾ എല്ലാം എയുടെ ടേംസിലായാലോ, ഒന്നും ചെയ്തില്ല. ഈ m = 9a എന്ന് പറയുന്നത് ഈ എമ്മിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. m = 9a, അതായത് m = 9 into a എന്ന് പറയുന്നത് തന്നെയാണ് m = 9a അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാം. 9a + 9 ഇവിടെ തന്നെ കിടക്കട്ടെ, = ഈ 3നെ നമുക്ക് ബ്രാക്കറ്റിൽ ഓരോന്നുകൊണ്ട് ഇൻറ്റു ചെയ്യാം. 3 into a 3a + 9 into 3 27 അല്ലേ. ഇനി എയുടെ ടേംസിനെയൊക്കെ ഒരു സൈഡിലും നമ്പേഴ്സിനെയൊക്കെ ഒരു സൈഡിലാക്കാം. അപ്പോൾ 9a ഇവിടെ ഉണ്ട്,
ഈ 3a ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് -3a ആവും അല്ലേ. ഇവിടെ +3a ആയിട്ടല്ലേ കിടക്കുന്നത്. ഇസ് ഈക്വൽ ടു ഇവിടെ 27 ഉണ്ട്, ഈ 9 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ -9 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 9a - 3a എത്രയാണ്? 6a അല്ലേ. 9 നിന്ന് 3 കുറച്ച് 6a. നമുക്ക് 27 9 മൈനസ് ചെയ്യുമ്പോൾ 18 കിട്ടി അല്ലേ. അപ്പോൾ 6a = 18 എന്ന് കിട്ടും. ഓക്കെ, 6a = 18. ഇനി a = എന്താണ്? 18/6 എന്ന് കിട്ടും. എത്രയാണ്? 18/6 3 അല്ലേ. ഏജ് നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അപ്പൂസ് ഏജ് is equal to 3. ഇനി മദേഴ്സ് ഏജ് എന്താണ്? മദേഴ്സ് കറണ്ട് ഏജ് അല്ലേ, ഇപ്പോഴത്തെ വയസ്സാണ് കാണുന്നത് നമ്മൾ. അപ്പോൾ അപ്പൂൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് എന്താണ്? 9 ടൈംസ് ആണ് അല്ലേ. നമ്മളിവിടെ എഴുതിയിരുന്നു മദേഴ്സ് ഏജ് എന്താണ്? 9 ടൈംസ് ഓഫ് അപ്പൂസ് ഏജ് എന്ന്. അപ്പോൾ 9 × 3 അല്ലേ, അതായത് 9 ടൈംസ് ഓഫ് അപ്പൂസ് ഏജ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 × 3 27. അപ്പോൾ അമ്മയുടെ വയസ്സ് 27, അപ്പൂൻ്റെ വയസ്സ് 3. നമുക്കതിൽ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം ഈക്വലാണ്. ഓൺ എ ഡേ വെൻ 8 ബോയ്സ് were absent. ഒരു ദിവസം 8 ആൺകുട്ടികൾ ആബ്സെൻ്റായി. അപ്പോൾ ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ എന്തായി? ഗേൾസിൻ്റെ എണ്ണം ആ ഉണ്ടായിരുന്ന, അതായത് 8 ബോയ്സ് ആബ്സെൻ്റായി, ബാക്കിയുള്ള ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയായി എന്ത്? ഗേൾസിൻ്റെ എണ്ണം. വാട്ട് ആർ ദ നമ്പേഴ്സ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം എത്രയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? ഒരു ക്ലാസ്സിൽ ബോയ്സിൻ്റെ നമ്പറിനെ ഞാൻ നമ്പർ ഓഫ് ബോയ്സ് = b എന്നും അതുപോലെ നമ്പർ ഓഫ് ഗേൾസ് = g എന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് b, നമ്പർ ഓഫ് ഗേൾസ് g. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നമ്പർ ഓഫ് ബോയ്സ് = നമ്പർ ഓഫ് ഗേൾസ് അല്ലേ. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ആ ക്ലാസ്സിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം എന്താണ്? സെയിം ആണ്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. 8 ബോയ്സ് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ b - 8. അന്നത്തെ ദിവസം ഇത്ര ബോയ്സേ ഉള്ളൂ. ഗേൾസ് ആ സമയത്ത് ആരും ആബ്സെൻ്റ് ആയിരുന്നില്ല. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് അന്നത്തെ ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയ ദിവസം ഗേൾസിൻ്റെ എണ്ണം ഈ അന്ന് പ്രസൻ്റ് ആയ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ട്വൈസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡേയിൽ എത്ര ബോയ്സ് ഉണ്ടാവും? b - 8 അല്ലേ, അത്ര ബോയ്സ് ഉണ്ടാവും. ഗേൾസ് g തന്നെ ഉണ്ടാവും, പക്ഷേ ഈ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ട്വൈസ് എന്ന് പറയുന്നുണ്ട് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ ഇതിനെ എഴുതാൻ പറ്റുക? അതായത് അന്നത്തെ ബോയ്സിൻ്റെ എണ്ണം എന്താണ്? b - 8, അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ട്വൈസ്, അത് × 2, അതാണ് അന്നത്തെ ഗേൾസിൻ്റെ എണ്ണം. ഗേൾസ് മുടക്കൊന്നുമില്ല അല്ലേ. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അന്നത്തെ ബോയ്സിൻ്റെ എന്താണ്? ഇരട്ടിയാണ്. അതായത് അന്നത്തെ ബോയ്സ് പ്രസൻ്റ് ആയിട്ടുള്ള ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? ബോയ്സ് നമ്പർ ഓഫ് ബോയ്സ് പ്രസൻറ്റ് = b - 8. അതായത് bന്ന് 8 കുറയ്ക്കുക, അത്രയും നമ്പർ ഓഫ് ബോയ്സ് അവിടെ പ്രസൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ബോയ്സ് b ആണ്, അതിൽ നിന്ന് 8 നമ്പർ പോയ ബാക്കിയുള്ള ബോയ്സാണ് b - 8. അപ്പോൾ g എന്ന് പറയുന്നത് ട്വൈസ് b - 8 എന്ന് വെച്ചാൽ അന്ന് ഉണ്ടായിരുന്ന ബോയ്സിൻ്റെ ഇരട്ടി നമ്പർ ആയിരിക്കും ഗേൾസ്. അപ്പോൾ g = ഇതാണ് ബോയ്സിൻ്റെ എണ്ണം, അതിൻ്റെ ഇരട്ടി. അപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കിട്ടി. ഇനി നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. ഈ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? കാരണം എന്താ? ബിയും ജിയും ഈക്വൽ ആണെന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ജിക്ക് പകരം ബി എന്ന് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ബിക്കംസ് എന്താവും? 2 × b - 8 = b എന്ന് എഴുതാം അല്ലേ. ബിയും ജിയും ഈക്വൽ ആണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിൻ്റെ ടോട്ടൽ എണ്ണാണ് b എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ജിക്ക് പകരം ഇവിടെ b എന്ന് കൊടുത്തൂടെ? ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഈ ബ്രാക്കറ്റിൽ എല്ലാത്തിനും ഇൻറ്റു ചെയ്യാം. 2 × b എന്ന് കിട്ടും? 2b എന്ന് കിട്ടും അല്ലേ. 2 × b 2b. 2 × -8 -16 അല്ലേ, = b. അങ്ങനെ തന്നെ ഇട്ടു. ഇനി 2b ഇവിടെ നിർത്തുക, = മൈനസ് 2b അല്ല 2b ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? 2b - b അല്ലേ. ഈ b ഇങ്ങോട്ട് വരുമ്പോൾ = ഈ 16 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ -16 + 16 ആവും.
ഇവിടെ ഒന്നും ചെയ്തില്ല, ഈ ബീനെ ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ 2b ഇവിടുത്തെ പ്ലസ് ബി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ബി ആയി. = ഈ നമ്പറിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ -16 ആയിരുന്നു ഇവിടെ, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ +16 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി 2b എന്നൊരു ബി പോയാൽ ബി അല്ലേ, 2b - b എന്ന് പറഞ്ഞാൽ 1b ആണ്. = 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? b16 എന്ന് കിട്ടി. നമുക്കറിയാം ഇക്വേഷൻ 1 അനുസരിച്ച് എന്താണ്? b = g ആണ്. സോ g ഓൾസോ = 16 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ബോയ്സും അതുപോലെ നമ്പർ ഓഫ് ഗേൾസും എന്താണ്? 16 വീതമാണ്. ഓക്കെ, കാരണം എന്താ? ആ ക്ലാസ്സിലെ നമ്പർ ഓഫ് ബോയ്സും ഗേൾസും ഈക്വലാണെന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇൻ എ ക്ലാസ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% ഓഫ് ദ ചിൽഡ്രൻ ആർ ഗേൾസ്. വെൻ 10 more girls were admitted to this class, this becomes 60%. How many children were in the class at first? അതായത് ഇൻ എ ക്ലാസ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% ഓഫ് ദ ചിൽഡ്രൻ. ഓക്കെ, അതായത് ഒരു ക്ലാസ്സിൽ ഗേൾസും ബോയ്സും എത്രയാണ്? 50% വീതമാണ്. എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ നമ്പറിൻ്റെ be ടോട്ടൽ ചിൽഡ്രൻ. ഞാൻ ടോട്ടൽ ചിൽഡ്രനെ ഞാൻ ടി എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ടിയുടെ 50% ഗേൾസും 50% ബോയ്സും ആണ്. എന്ന് വെച്ചാൽ എന്താ? ബോയ്സും ഗേൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടിയുടെ 50% ഗേൾസ് അല്ലേ, അതായത് ടി × 50/100 50% ഗേൾസാണ്. അതുപോലെ ടി എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് ആണ് കേട്ടോ, അതായത് ടോട്ടൽ ചിൽഡ്രനെയാണ് നമ്മൾ ടി എന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 50% തന്നെയാണ് ആരും? ബോയ്സും അല്ലേ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ 50% ഗേൾസും ടോട്ടൽ നമ്പറിൻ്റെ 50% ബോയ്സുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. അടുത്ത അവർ പറയാണ് ഒരു 10 കുട്ടികൾ കൂടെ ഈ ക്ലാസ്സിലേക്ക് വന്നു, അതും 10 more ഗേൾസ്, 10 ഗേൾസാണ് വന്നത്. അപ്പോൾ എന്തായി മാറി? അവരുടെ പെർസെൻറ്റേജ് 60 ആയി. ദെയർ പെർസെൻറ്റേജ് ബിക്കം 60. ഓക്കെ, അപ്പോൾ എന്താണ്? ഗേൾസിൻ്റെ എണ്ണം 10 കൂടി അല്ലേ? അപ്പോൾ g+10. അതിൻ്റെ പെർസെൻറ്റേജ് എന്തായി മാറി? ഗേൾസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? അതായത് ടോട്ടൽ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായിട്ടുണ്ടാവും? അതും 10 കൂടി ഉണ്ടാവില്ലേ? കാരണം 10 ഗേൾസ് ആ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ മൊത്തം ടോട്ടലിൻ്റെ 10 + 10 ആയിട്ടുണ്ടാവും അല്ലേ? 10 കുട്ടികളും കൂടെ കൂടി ഉണ്ടാവും. അതിൻ്റെ എത്ര പെർസെൻറ്റേജായി? 60%. ഓക്കെ, ഈ സ്റ്റെപ്പ് എഴുതിയത് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഗേൾസിൻ്റെ എണ്ണം 10 കൂടി, അപ്പോൾ ടോട്ടലിൻ്റെ ശതമാനം എത്രയായി? ടോട്ടൽ ക്ലാസ്സിൻ്റെ 60% ഗേൾസ്. അപ്പോൾ ഗേൾസ് 10 കൂടിയപ്പോൾ ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 10 കൂടിയിട്ടുണ്ടാവും. അപ്പോൾ t+10 എഴുതാം. അതെത്രയായി? അതിൻ്റെ 60% ഈ ഗേൾസിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം ഇങ്ങനെയായിട്ടുണ്ടാവും g+10. അതെന്ന് പറയുന്നത് 60% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ് ആണ്. ടോട്ടൽ നമ്പർ ഇപ്പോൾ എത്രയായി? t+10. അതിൻ്റെ 60% എന്ന് പറയുമ്പോൾ 60/100. അപ്പോൾ 10 കുട്ടികൾ ഗേൾസിൽ കൂടിയപ്പോൾ ക്ലാസ്സിൻ്റെ ടോട്ടലിൻ്റെ 60% മാറി അവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ എന്തെടുക്കാം? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ ഇതിനും കൂട്ടി ഇക്വേഷൻ നമ്പർ 1 എടുത്താലും മതി. ഇതിന് ഇക്വേഷൻ 2 എന്ന് എടുക്കാം ഞാൻ. ഇതിന് ഇക്വേഷൻ 3 എന്ന് എടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇതിൽ ഈ ടിയുടെ ടേംസിലേക്ക് ആക്കി മാറ്റി ജീനെ നമുക്ക് എന്തെഴുതാം? ടി × 50/100 എന്ന് എഴുതി കൂടെ? നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ടി × 50/100 ഈ ജിക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടേം മൊത്തം ടിയിൽ കിട്ടും. അതായത് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്ത് എഴുതാം. g+10 = t+10 എന്ന് പറഞ്ഞാൽ ടോട്ടലിൻ്റെ കൂടെ 10 കൂട്ടിയത് അതിൻ്റെ 60% നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് 10 കുട്ടികൾ കൂടിയപ്പോൾ ടോട്ടലിൻ്റെ 60% മാറി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 3. ഈ ഒന്നാമത്തെ ഇക്വേഷനാണ് ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ജിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? ടി × 50/100 എന്ന് കൊടുക്കാൻ പോവാണ് ഈ ജിക്ക് പകരം. ഓക്കെ, അപ്പോൾ ടി × 50/100 ആയി ഇത് അല്ലേ? +10 = t+10 × 60/100 ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം?
അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇത് 50 × t എന്ന് പറഞ്ഞാൽ 50t ആവും അല്ലേ. ബൈ 100 ഉണ്ട് പ്ലസ് 10 ഉണ്ട് ഈക്വൽ ടു ഇവിടെയോ ഇതുകൊണ്ട് ഇതിനെ ബ്രാക്കറ്റിനെ ഇൻറ്റു ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 60t/100 പ്ലസ് 600/100, അതായത് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഈ ടേം കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ഫോം ആക്കിയിട്ട് ചെയ്യാം. ഞാനത് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണല്ലോ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയേ, ഈ 100 നമുക്കിവിടെ LC ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 50t ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ എന്താവും? പ്ലസ് ഈ 100 LC ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 100 ഇല്ലല്ലോ. അപ്പോൾ 10 × 100 ഓൾ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഇവിടെ 100 കൊണ്ട് LC ആയിട്ട് എടുക്കുമ്പോൾ രണ്ടിനും 100 ഉണ്ടാവും. അപ്പോൾ 60t പ്ലസ് 600 എന്ന് വരും അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? 50t ഇവിടെ തന്നെ നിർത്തുക, പ്ലസ് ഇതെന്താവും? 1000 അല്ലേ. ഈക്വൽ ടു ബൈ ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ എന്താ? 60t പ്ലസ് 600/100. നമുക്ക് ഈ 2 100കൾ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്? അടുത്ത സൈഡിൽ നമുക്കുള്ളത് ബാക്കിയുള്ളത് ഇവിടെ എടുത്ത് എഴുതാം. 50t പ്ലസ് 1000 ഈക്വൽ ടു 60t പ്ലസ് 600. ഇനി എന്ത് ചെയ്യാം? ടിയുടെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും നമ്പേഴ്സൊക്കെ ഒരു സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 1000 ഇവിടെ ഉണ്ട്, ഈ 600 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് -600 ആവും. ഈക്വൽ ടു ഇവിടെ 60t ഉണ്ട്, ഈ 50tനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതാ 50t എന്നാവും. ടി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻ്റ് ആണ്, അതാണ് നമുക്ക് കാണേണ്ടത്. ഇനി ഇത് നോക്കൂ, 1000 600 കുറച്ചാൽ നമുക്ക് 400 കിട്ടും. 60t 50t കുറച്ചാൽ നമുക്ക് 10t കിട്ടും അല്ലേ. അപ്പോൾ 10t ഈക്വൽ ടു 400 എന്ന് കിട്ടി. അപ്പോൾ t ഈക്വൽ ടു എന്തായിരിക്കും? 400/10 അല്ലേ. അതായത് നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അതായത് ടോട്ടൽ സ്റ്റുഡൻസ് ഈക്വൽ ടു 40. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചെയ്യാൻ പോകുന്ന ആ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നെങ്കിലോ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് വായിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് അത് അത്രയാണ് ഇത്രയാണെന്നൊക്കെ തോന്നും. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വായിച്ച് നോക്കാം. ആദ്യം എന്താണ് പറയുന്നത്? അനദർ പ്രോബ്ലം ഓഫ് ഫോക്ക് മാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിളിയുടെയും പൂവിൻ്റെയൊക്കെ ഒരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. നമുക്ക് വായിക്കാം. സം ലോട്ടസ് ഫ്ലവേഴ്സ് ഹാവ് ബ്ലൂംഡ് ഇൻ എ പോണ്ട്. ഒരു കുളത്തിൽ കുറേ താമര വിരിഞ്ഞിട്ടുണ്ട്. എ ഫ്ലോക്ക് ബേർഡ്സ് എന്നാൽ ഒരു കൂട്ടം പക്ഷികൾ സാറ്റ് ഓൺ ദ ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സ്മ വന്നിരുന്നു റെസ്റ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് 1 ബേർഡ് സാറ്റ് ഓൺ ഈച്ച് ഫ്ലവർ. ആദ്യം എന്ത് ചെയ്തു? എല്ലാ പക്ഷികളും കൂടെ ഓരോ ഫ്ലവറും ഇരുന്നു. ബട്ട് 1 ബേർഡ് ഡിഡ് നോട്ട് ഹാവ് എ ഫ്ലവർ ടു സിറ്റ്. പക്ഷെ ഒരു ബേർഡിന് സീറ്റ് കിട്ടിയില്ല, എന്നുവെച്ചാൽ ഇരിക്കാൻ ഫ്ലവർ കിട്ടിയില്ല. ഇനി ദെൻ 2, അപ്പോൾ അവരെന്ത് ചെയ്തു എന്നുവെച്ചാൽ നമുക്ക് 2 പേർക്ക് കൂടെ ഒരു പൂവിലിരുന്ന് നോക്കാം. അപ്പോൾ 2 ബേർഡ് സാറ്റ് ഓൺ ഈച്ച് ഫ്ലവർ, അതായത് ഒരു പൂമ 2 ബേർഡ് വെച്ചിരുന്നു. അപ്പോൾ എന്തുണ്ടായി? ദർ വാസ് 1 എക്സ്ട്രാ ഫ്ലവർ. ഒരു ഫ്ലവറും ആരും ഇരിക്കാനില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എത്ര ബേർഡ്സും എത്ര ലോട്ടസും ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഹൗ മെനി ലോട്ടസ് ആൻഡ് ഹൗ മെനി ബേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നുമില്ല. അതായത് കുറച്ച് പക്ഷികൾ വന്ന് പൂക്കളും ഇരിക്കുന്നു, പക്ഷേ ലോട്ടസും ഇരുന്നപ്പോൾ ആദ്യം ഓരോരുത്തർ ഓരോ പൂമിരുന്നു, പക്ഷെ അപ്പോൾ ഒരു കിളിക്ക് ഇരിക്കാൻ പൂ കിട്ടിയില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താ? എന്നാൽ അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു പൂമ 2 ആൾ വീതരുന്നു. അപ്പോൾ ഒരു പൂമ ഇരിക്കാൻ കിളിയില്ല. ഓക്കെ, ഒരു പൂ എക്സ്ട്രാ ആയി. അങ്ങനെയാണെങ്കിൽ എത്ര ലോട്ടസ് എത്ര ബേർഡ്സ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് അതിന് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കൂ, സം ലോട്ടസ് എന്താ ഒരു പൂമ ഒരു ഇതിരുന്നു എന്നല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റ്സ് ടേക്ക് L be the number of lotuses. Lനെ നമുക്ക് ലോട്ടസസ് ആയിട്ടും ആൻഡ് ലെറ്റ് B be the number of ബേർഡ്സിൻ്റെ നമ്പറുമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ബേർഡ്സിൻ്റെ എണ്ണം B എന്നും ലോട്ടസിൻ്റെ എണ്ണം നമ്മൾ L എന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോട്ടസിൻ്റെ നമ്പറിനെ നമ്മൾ L എന്നും ബേർഡ്സിനെയാണ് നമ്മൾ B എന്നും എടുത്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ലോട്ടസിൽ ഓരോരുത്തർ വന്നിരുന്നപ്പോൾ ഒരു പൂ എക്സ്ട്രാ എന്നല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പൂവുകൾ നമുക്ക് എങ്ങനെ എഴുതാം? ലോട്ടസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ലോട്ടസിൻ്റെ നമ്പറിനേക്കാൾ 1 കൂടുതലായിരിക്കും അല്ലേ.
അതുകൊണ്ടാണല്ലോ ഒരു ബേർഡിന് ഇരിക്കാൻ പൂ കിട്ടാഞ്ഞത്. ഓക്കെ, അപ്പോൾ ബേർഡ്സിൻ്റെ എണ്ണം പൂവിനേക്കാളും ഒന്ന് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ബേർഡിന് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബി ഈസ് ഈക്വൽ ടു L+1. അതായത് നമ്പർ ഓഫ് ബേർഡ്സ് 1 more than the number of ലോട്ടസസ്. അല്ലേ, ലോട്ടസസിൻ്റെ എണ്ണത്തേക്കാൾ ഒന്നും കൂടുതലാണ് ബേർഡ്സിൻ്റെ എണ്ണം. ഇനി ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്തത് നോക്കൂ. അതായത് 2 പേരിരുന്നപ്പോൾ 2 ബേർഡ് വീതം ഒരു പൂവിലിരുന്നപ്പോൾ ഒരു പൂവ് എക്സ്ട്രാ എന്നാണ് പറയുന്നത്. അതായത് ലോട്ടസിൻ്റെ എണ്ണം ബേർഡ്സിൻ്റെ പകുതിയേക്കാൾ 1 കൂടുതലാണ് എന്നല്ലേ നമുക്കതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഒരു പൂ എക്സ്ട്രാ വന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അതായത് നമ്പർ ഓഫ് ലോട്ടസസ് എന്ന് പറയുന്നത് 1 more than half of the number of birds. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്പർ ഓഫ് ബേർഡ്സിൻ്റെ പകുതിയേക്കാളും 1 കൂടുതലാണ് എന്ത്? ലോട്ടസുകളുടെ എണ്ണം. അതുകൊണ്ടാണ് ഒരു ലോട്ടസ് എക്സ്ട്രാ വന്നത് ബേർഡ്സ് 2 എണ്ണം ഇരുന്നപ്പോൾ. ഓക്കെ, 2 ബേർഡ് വീതം ഇരിക്കുമ്പോൾ ഒരു പൂവ് എക്സ്ട്രാ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കളുടെ എണ്ണം ബേർഡ്സിൻ്റെ പകുതിയേക്കാൾ 1 കൂടുതലാണ്. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2. ഈ ഇക്വേഷനെ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 എന്താണ്? L is equal to B/2 + 1. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിലാണ് നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഇക്വേഷൻ 1 എന്താ? B is equal to L+1. അപ്പോൾ ഈ ബിയുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? L+1 എന്ന് കൊടുക്കണം. സോ L+1/2 + 1 എന്ന് കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഇനി എന്ത് ചെയ്യാം? LC എടുക്കണം അല്ലേ. L is equal to ഈ 2 LCM ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ L+1 തന്നെ വരും. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് ഇതെന്താവും? ഇൻറ്റു 2 ആകുമ്പോൾ ഇത് 2 വരും. LC എടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഈ 2നെയാണ് LC എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ഉള്ള കാരണം അവിടെ മാറ്റമൊന്നുമില്ല. ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. 1 ഇൻറ്റു 2. ഇനി 2 എല്ലാത്തിനും കോമൺ ആയിട്ട് ഈ 2 അടിയിലിടുന്നു. ഓക്കെ, ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ് LC ഒക്കെ. അറിയാത്തവർ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ LC എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ആണ് LC എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി L+1ൻ്റെ അടിയിൽ 2 ഉള്ളത് കാരണം L+1 തന്നെ ഇട്ടു. ഇവിടെ 1ൻ്റെ അടിയിൽ 2 ഇല്ലാത്തതുകൊണ്ട് 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്നിട്ട് 2നും കൂടെ 2 കോമൺ ആയിട്ട് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് മുകളിലത്തെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ L is equal to L+1 + 2/2 എന്നായി മാറി. അപ്പോൾ L is equal to L+3 എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യും? ഈ 2നെ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ 2L is equal to L+3 എന്നായി അല്ലേ. ഇനി ഈ Lനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 2L ഇതിങ്ങോട്ട് വരുമ്പോൾ -L ആവും is equal to 3. 2L - L എന്ന് പറഞ്ഞാൽ L is equal to 3. അപ്പോൾ നമുക്ക് ലോട്ടസിൻ്റെ എണ്ണം കിട്ടിയല്ലോ. എന്താണ് ലോട്ടസിൻ്റെ എണ്ണം? ലോട്ടസിൻ്റെ നമ്പർ 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അതിനെ? നമ്പർ ഓഫ് ലോട്ടസ് is equal to നമ്പർ ഓഫ് ലോട്ടസസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അടുത്ത എന്താണ്? നമ്പർ ഓഫ് ബേർഡ്സ് അല്ലേ. ബേർഡ്സ് ഈക്വൽ ടു എന്താണ്? ലോട്ടസ് +1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബേർഡ്സിൻ്റെ എണ്ണം 4 എന്നും കിട്ടി.